പ്രൈസ് ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാനും ദൈവസന്നിധിയിൽ താണു നിൽപ്പാനും ദൈവം സഹായിച്ച കൃപയ്ക്കാകി സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, മനുഷ്യരോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാണ്? മനുഷ്യരോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ദൈവം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരോടുകൂടെ വസിപ്പാൻ ഇറങ്ങി വന്ന ദൈവമാണ്. അവൻ്റെ മണിമേളയെല്ലാം വിട്ട്, അവൻ്റെ സിംഹാസനം എല്ലാം വിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരോടുകൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുന്നത്. ഇമ്മാനുവേൽ മീൻസ് നമ്മോടുകൂടെ വസിക്കുന്നവൻ. നമ്മളോടുകൂടെ വസിക്കുവാൻ വന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അതായത് ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ വാക്കിലാണ്, ഒരേ ഒരു വാക്കിലാണ് ദൈവം ഈ ലോകത്തിൽ കാണുന്ന സകലവും, ആകാശവും ഭൂമിയും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ജലരാശികളും സകലവും സൃഷ്ടി ചെയ്തത് വാക്കുകൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടായി. എന്നാൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ കൈകൊണ്ട് മണ്ണ് കുഴച്ച് തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ ജീവശ്വാസം ഊതി ജീവനുള്ള പ്രാണിയായി മനുഷ്യനായി ദൈവം മാർപ്പെടുത്തി. പ്രിയ മക്കളെ, അതുകൊണ്ടാണ് മനുഷ്യരെ കൂടുതൽ ദൈവം സ്നേഹിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ മനുഷ്യനുമായുള്ള അന്യോന്യതയിൽ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് എപ്പോഴും മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും പോവുകയും ചെയ്യുമായിരുന്നു. എന്ന് മനുഷ്യർ പാപം ചെയ്തോ അന്ന് മുതൽ മനുഷ്യരുമായിട്ടുള്ള സംബന്ധം സ്വൽപ്പം കളഞ്ഞ് അവിടെ നിന്നും അവരെ വെളിയിലിറക്കി വിട്ട് നല്ല കെരൂബികളെ ചുറ്റും പല്ലുള്ള വാളുമായിട്ട് കെരൂബികളെ നിർത്തി ഇനി അവരകത്ത് വന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന ഒരു ചിന്തയോടുകൂടെ അവരെ വെളിയിലാക്കി. പ്രിയ മക്കളെ, എങ്കിലും ദൈവത്തിന് മനുഷ്യർ പാപം ചെയ്ത് ദൈവമായുള്ള അന്യോന്യതയിൽ നഷ്ടമായി. തന്നെത്താൻ ഒളിച്ചു പാർത്തു. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഹാനോക്ക് 300 സംവത്സരക്കാലം ദൈവത്തോടുകൂടെ നടന്നു. ഈ ലോകത്തിൽ ദൈവം ഹാനോക്കിനോടുകൂടെ നടന്നു. ദൈവം മനുഷ്യരോടുകൂടെ നടക്കുന്ന ദൈവമാണെന്നുള്ളത്. ഹാനോക്ക് 365 സംവത്സരം ജീവിച്ചിരുന്നു. 65 വയസ്സ് വരെ അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് മക്കളെയെല്ലാം, പെണ്ണും ആണും മക്കളെയെല്ലാം അവനുണ്ടായി. പിന്നീട് 600 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. അങ്ങനെ അനേക വിശുദ്ധന്മാരെ പഴയ നിയമത്തിൽ ദൈവത്തോടുകൂടെ നടന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഉൽപ്പത്തി 6-ാം അധ്യായം 9-ാമത്തെ വാക്യം, നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോഹ നീതിമാനും തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. പ്രിയ മക്കളെ,
ദൈവത്തോടുകൂടെ നടക്കണമെന്ന് വരികിൽ നമ്മൾ ആരായിരിക്കണം? നീതിവന്തരായിരിക്കണം. അതുപോലെ തന്നെ നിഷ്കളങ്കരും ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ യാതൊരു കളങ്കവും ഇല്ലാത്തവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തോടുകൂടെ നടക്കാൻ സാധിക്കത്തുള്ളൂ. നോഹ ദൈവത്തോടുകൂടെ നടന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവത്തോടുകൂടെ നടന്നു. ഏലിയാവ് ദൈവത്തോടുകൂടെ നടന്നു. പഴയ നിയമ വിശുദ്ധന്മാർ പലരും ദൈവത്തോടുകൂടെ നടന്നു. അത് മനുഷ്യരോടുള്ള അന്യോന്യത ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ദൈവം മനുഷ്യരോടുകൂടെയും മനുഷ്യർ ദൈവത്തോടുകൂടെയും നടന്നത്. പുറപ്പാട് 25-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിപ്പാൻ ദൈവം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ ഒരു വിശുദ്ധ മന്ദിരം, ഒരു കൂടാരം പണിയാൻ പറഞ്ഞത്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം, പ്രിയ മക്കളെ, അയ്യുപ്ത ദേശത്തു നിന്നും ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന് മരുഭൂമി യാത്രയല്ലി അവര് പോകുന്ന സമയത്ത് ഞാനൊരു ആലയത്തിൽ വാസം ചെയ്യാതെ, ദൈവം ഒരാലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ദൈവം മനുഷ്യരോട് കൂടെ വസിച്ചത് കൂടാരത്തിൽ നിന്നും കൂടാരത്തിലേക്കാണ്. ദൈവം ഒരാലയത്തിൽ വസിച്ചില്ല. ദൈവം എപ്പോഴും കൂടാരത്തിൽ നിന്നും കൂടാരത്തിലേക്കാണ് വസിച്ചത്. അതുപോലെ തന്നെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 2-ാമത്തെ വാക്യം, കൂടാരത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ദൈവം ശലോമോനോട് പറയുന്നു, എനിക്കൊരാലയം കെട്ടണമെന്ന്. അങ്ങനെ ശലോമോൻ ആലയം കെട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ മഹിമ ആലയത്തിലേക്ക് ഇറങ്ങി വന്നു വസിച്ചു. പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. അവർ ഭയന്നുപോയി. ആലയത്തിൽ ഭയങ്കര മഹിമ, ഭയങ്കര തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ് ഇസ്രായേൽ മക്കളെയൊക്കെയും കണ്ടപ്പോൾ അവൻ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു യഹോവയെ നമസ്കരിച്ചു. അവർക്ക് അകത്തോട്ട് പോകാൻ ഭയങ്കര ഭയമായി. കാരണം അത്ര തീയായിരുന്നു. മഹിമ, ദൈവത്തിൻ്റെ എന്താ മഹിമയും തീയുമാണ് ആ ആലയത്തിൽ നിറഞ്ഞു നിന്നതെന്ന് കണ്ടവർ ഭയന്നുപോയി. പുരോഹിതന്മാർ അകത്തോട്ട് കയറാതെ പേടിച്ച് എവിടെ നിന്നെന്നാ പറയുന്നേ? അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതേ എന്ന് ചൊല്ലി സ്തുതിച്ചു. പ്രിയ മക്കളെ, നിങ്ങളുടെ സഭയിൽ ആ തീ ഇറങ്ങുന്നുണ്ടോ? ആ മഹിമ ഇറങ്ങുന്നുണ്ടോ? എന്താണ് ഇറങ്ങാത്തത്? അമ്മായിയമ്മയെ കണ്ട ആകത്തില്ല, മരുമോളെ കണ്ടാൽ അമ്മായിയമ്മക്കാകത്തില്ല. അടുത്ത വീട്ടുകാരുമായിട്ട് അതിരുവഴക്കം വെച്ച് നീ ആലയത്തിൽ വന്നാൽ ദൈവത്തിൻ്റെ മഹിമയോ പ്രസന്നതയോ അവിടെ വരത്തില്ല. ദൈവം വെളിയിൽ നിൽക്കും. നിങ്ങൾ ചുമ്മാതെ ദിനചര്യകൾ നടത്തുന്നത് പോലെ ആ ആലയത്തിൽ കടന്ന് കൈകൊട്ടി 2 പാട്ടും പാടി അല്ലലിയ പറഞ്ഞു വെളിയിൽ ഇറങ്ങി പോകാം. ദൈവത്തിൻ്റെ മഹിമ അവിടെ വരത്തില്ല. ദൈവത്തിൻ്റെ മഹിമയും ദൈവത്തിൻ്റെ തീയും അവിടെ ഇറങ്ങണമെന്ന് വരികിൽ നമ്മൾ പരിശുദ്ധരായിട്ട് ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ആ പുരോഹിതൻ പോലും ആ ആലയത്തിലെ തീയും മഹിമയും കണ്ട് ഭയപ്പെട്ടുപോയി. ഭയപ്പെട്ട് അവൻ സാഷ്ടാംഗം വിരകി, സാഷ്ടാംഗം നിലത്തടിച്ച് വീണുകിടന്ന്, നീ പരിശുദ്ധൻ പരിശുദ്ധൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതേ എന്ന് ചൊല്ലി സ്തുതിച്ചു. അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം,
ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരാലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്ക് വാസം ചെയ്തു. പ്രിയ മക്കളെ, യേശുക്രിസ്തു മരിച്ച് ഉയർത്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലയം ഇന്ന് ദൈവത്തിൻ്റെ മക്കളാണ്. പ്രിയ മക്കളെ, നമ്മളാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം. ആ കാലത്ത് അവരുമൊക്കെ ദൈവം കൂടാരത്തിന്മേൽ വാസം ചെയ്തു, ആലയത്തിൽ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് യേശുക്രിസ്തു മരിച്ചു ഉയർത്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലയം ഇന്ന് ദൈവത്തിൻ്റെ മക്കളാണ്. 1 കൊരിന്ത്യർ 3-16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളോടുകൂടെ വസിക്കുകയും നമ്മളിൽ വസിക്കുകയും ചെയ്യുന്നു. മനുഷ്യരോടുകൂടെ വസിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ പ്രാണനെ കൊടുത്തത്. ദൈവം തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി കൊടുത്തത് നമ്മളോടുകൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ്. 1 തെസ്സലോനിക്കർ 5-10 നോക്കിക്കാട്ടെ. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ചു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഉറങ്ങിക്കിടന്നാലും നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ വസിക്കണമെന്ന് വരികിൽ നമ്മൾ ആരായിരിക്കണം? പരിശുദ്ധരായി ജീവിക്കുന്നവരായിരിക്കണം, താഴ്മയും വിനയമുള്ളവരായിരിക്കണം, കർത്താവിനെ എപ്പോഴും സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വചനത്തിൽ വേരൂന്നി വളരുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരിൽ മാത്രമേ ദൈവം വസിക്കത്തുള്ളൂ. നമ്മൾ തോന്നിവാസവും പറഞ്ഞ് കെട്ടക്കൽസയും ചെയ്ത് ചീത്തയും വിളിച്ച് തെറിയും വിളിച്ച് അതും ഇതും പറഞ്ഞ് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും കിട്ടത്തില്ല. ദൈവം നമ്മളോടുകൂടെ വസിക്കത്തുമില്ല. അത് രാത്രിയും പകലും ഒരുപോലെ നാം ദൈവത്തോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം. നമുക്ക് വേണ്ടിയാണ് ദൈവം കാൽവറിയിൽ മരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-3 ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവം നമ്മളോടുകൂടെ വസിക്കുന്ന ദൈവമല്ലേ? ദൈവം മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നുണ്ട്. ആ ദൈവം സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ ദൂതന്മാരെല്ലാം നോക്കി നിന്നു. ഉടനെ ശിഷ്യന്മാരെല്ലാം നോക്കി നിന്നു. ഉടനെ ദൂതൻ പറയുകയാണ്, ദൈവം യേശുക്രിസ്തു എങ്ങനെ പോയോ അങ്ങനെ തിരിച്ചു വരും. അതും എന്തിനാണ് തിരിച്ചു വരുന്നത്? എന്തിനാണ് പോയത്? നമ്മൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനാണ് പോയിരിക്കുന്നത്. സ്ഥലം ഒരുക്കി അവൻ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ്. സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ മധ്യാകാശത്തിൽ വന്ന് മക്കളെ തന്നോടുകൂടെ കൊണ്ടുപോയി ഇരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ താഴെ ഇരിക്കെ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കാമെന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടില്ല. അതായത് വെളിപ്പാട് 3-ാം-21 ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഹല്ലേലൂയ. ജയിക്കുന്നവന്, എവിടുന്ന് ജയിക്കുന്നവനാ? നമ്മൾ ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. നമ്മൾ ഓടി അവസാനം ആ കുരി മുട്ടുന്നത് വരെയും നമ്മൾ ഓടി ജയിച്ച് ആ നിത്യരാജ്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ എവിടെ ഇരുത്തുവെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്നോടുകൂടെ, കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ. നമ്മുടെ യേശുക്രിസ്തു ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മധ്യത്തിൽ ഓടാടിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തോടുകൂടെ ഇരിക്കുവാനായിട്ടാണ്
ദൈവം വന്ന് നമ്മളെ കൊണ്ടുപോകും. കൊണ്ടുപോകുമ്പോൾ 1 തെസ്സലോനി 4-ാം 16-17 വാക്യം എല്ലാവർക്കും വായ്പാട്ടം അറിയാവുന്ന വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷം അത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിരീക്ഷയുണ്ട്. എൻ്റെ കർത്താവ് വരുമെന്നും എൻ്റെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഞാൻ മരിച്ചു പോയാൽ മരിച്ചു പോകുന്നവര്, കർത്താവിൽ മരിച്ചവര്, ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ അത് കഴിഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് ദൈവത്തെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയ മക്കളെ, അതൊരു നിരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് നമ്മളോടുകൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളെ എപ്പോഴും കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ്റെ വലം കൈ കൊണ്ട് നമ്മളെ പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ ഉള്ളം കൈയിൽ നമ്മളെ വരച്ചിരിക്കുകയാണ്. നമ്മളെ ഒരുത്തരും ഒരു കള്ളനോ ഒരു കൂടോത്രമോ ഒരു നേർച്ച കാഴ്ചയോ ഒന്നും നമ്മളെ നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അയ്യോ എനിക്ക് ആരുമില്ല എന്നും പറഞ്ഞ് നീ ഇരുന്നാൽ നിന്റെ ജീവിതത്തിൽ ഭയമാ. ആ ഭയത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിന്നും വിട്ടുപോകണമെന്ന് വരികിൽ ആ പരിശുദ്ധമായ ആത്മാവ് നിന്റെ ശരീരത്തിൽ വസിക്കണം, നിന്റെ ഹൃദയത്തിൽ വസിക്കണം. അങ്ങനെ വസിച്ചെങ്കിൽ മാത്രമേ നീ പോകുന്ന സഭയിലായാലും നിന്റെ കുടുംബത്തിലായാലും നിന്റെ ഓരോ വ്യക്തികളിലായാലും ദൈവം നമ്മളോടുകൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവത്തിനു വേണ്ടി തുറന്നു കൊടുക്കണം. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ ഒന്നുമില്ല, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, ഒന്നുമില്ലാത്തവളാണ്. കർത്താവേ, ഞാൻ ഇന്നു മുതൽ നിനക്കായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേന്ന് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവം യഥാർത്ഥമായും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കൂടെ വസിക്കുകയും ചെയ്യുന്ന മക്കളിൽ ഒരിക്കലും സാത്താൻ കയറത്തില്ല. സാത്താൻ നിന്നിൽ കയറാനായിട്ട് നീ അവസരം ഒരുക്കി കൊടുത്താൽ സാത്താൻ നിന്നിൽ പ്രവർത്തിക്കും. നീ ചീത്ത വിളിച്ചാൽ നിന്നിൽ സാത്താൻ കയറി പ്രവർത്തിക്കും. നീ കള്ളം പറഞ്ഞാൽ നിന്നിൽ സാത്താൻ കയറി പ്രവർത്തിക്കും. നീ അയൽവക്കക്കാരുമായിട്ട് അടിയും പിടിയും വെച്ചാൽ നിന്നിൽ സാത്താൻ കയറി പ്രവർത്തിക്കും. നീ മരുമോളും അമ്മായിമ്മയുമായിട്ട് അടിവെച്ചാൽ സാത്താൻ കയറി പ്രവർത്തിക്കും. ദൈവത്തിന് വിരുദ്ധമായ യാതൊരു പ്രവൃത്തിയും നീ ചെയ്യരുത്. ചെയ്യാതിരുന്നാൽ ഒരു സാത്താനും നിന്റെ മേൽ വരത്തില്ല. നിന്റെ മേൽ വരുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാനോ മറ്റുള്ളവരുമായിട്ട് അടിവെക്കുവാനോ ഇഷ്ടപ്പെടത്തില്ല. അവരെന്ത് ചെയ്യും? പെരയ്ക്കകത്ത്, മുറിക്കകത്ത് കയറിയിരുന്ന്, വീട്ടിനകത്ത് കയറിയിരുന്ന് അവർ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. നീ സമർപ്പിച്ചു കൊടുത്താൽ യുദ്ധം ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. നീ പ്രതികാരം ചെയ്യാൻ പോകരുത്. നീ പ്രതികാരം ചെയ്യാൻ പോയാൽ ദൈവം നിന്നോടുകൂടെ വസിക്കത്തില്ല. ആര് വസിക്കും നിന്റെ കൂടെ? സാത്താൻ വസിക്കും. പിശാച് നിന്റെ കുടുംബത്തിലും നിന്നിലും വസിക്കും. അതിന് ഞാൻ കൈ കൂപ്പി പിടിച്ച് പറയുകയാണ്, പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മളോടുകൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കൈനീട്ടി നമ്മളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയപ്പൻ വിളിച്ചിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മ വിളിച്ചിട്ടുണ്ടോ? നിൻ്റെ ഡാഡി വിളിച്ചിട്ടുണ്ടോ? നിൻ്റെ മമ്മി വിളിച്ചിട്ടുണ്ടോ? ആരും വിളിക്കത്തില്ല മക്കളെ. അഥവാ തന്നാൽ കുറച്ച് തരും.
ഞാൻ അത്രയും തന്നില്ലയോ? നമ്മുടെ ദൈവം തന്നാൽ നമുക്ക് കണക്കില്ലാതെ ദൈവം നമ്മളെ എല്ലാവിധത്തിലും ആത്മീയമായും അനുഗ്രഹിക്കും, ഭൗമികമായും അനുഗ്രഹിക്കും. ഭൗമികമായും ആത്മീയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വരികിൽ ദൈവം നിൻ്റെ കൂടെ വസിക്കണം. അതുപോലെ തന്നെ നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നപ്പോൾ നോഹ ആരായിരുന്നെന്നാ പറഞ്ഞേ? നീതിമാനായിരുന്നു. നീ നീതിമാനാണോ? നീ നീതിവന്തളാണോ? കർത്തനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കറ, ചുളുക്കം, മാലിന്യം യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. യാതൊന്നുമില്ലാതെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ നമ്മുടെ കൂടെ നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മളോടുകൂടെ വസിക്കും. ദൈവം നമ്മളോടുകൂടെ വസിക്കുവാനാണ് തൻ്റെ മണിമേളയെല്ലാം വിട്ട്, സിംഹാസനം വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നില്ല, ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ വന്നില്ല, ഒരു ആനയുടെ രൂപത്തിൽ വന്നില്ല, ഒരു കുരങ്ങിൻ്റെ രൂപത്തിൽ വന്നില്ല. നമ്മുടെ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് മനുഷ്യരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നത്. അതിനാണ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ചിരിക്കുന്നത്. ഇമ്മാനുവേൽ, നമ്മളോടുകൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു അമ്മച്ചി എനിക്ക് ഫോൺ ചെയ്തിരിക്കുന്നു. ആ അങ്കിളാണ് എനിക്ക് ഫോൺ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ആ അമ്മച്ചിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അമ്മച്ചിയുടെ കൈ കൊടുത്തപ്പം അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്കൊരു കാല് ചുവടും എടുത്ത് നടക്കാൻ മേല, കൈയും എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കൈക്കും കാലിനും എല്ലാം ഭയങ്കര വേദനയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ മോളെ എന്നും പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, മലയാളിയാ, ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കാൻ പറഞ്ഞു. ഞാൻ വെളിച്ചെണ്ണ എണ്ണ അവരെടുത്തു. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ വേദനയുള്ള ഭാഗത്തെല്ലാം അങ്ങളെ സ്വല്പം എണ്ണ പുരട്ടാൻ പറഞ്ഞു, യേശുവിൻ്റെ രക്തം പറഞ്ഞ് പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ രക്തം പറഞ്ഞ് പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കാരണം അമ്മച്ചിയുടെ ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദുഃഖത്തോടെയാണ് പറഞ്ഞത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മിനിഞ്ഞാന്ന് അവരെനിക്ക് വെള്ളിയാഴ്ച രാവിലെ എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നു, മോളെ എൻ്റെ കാലിൻ്റെ വേദനയെല്ലാം പോയി, കൈയുടെ വേദനയെല്ലാം പോയി, ഞാനിപ്പോൾ എല്ലാ ജോലിയും ചെയ്യുന്നു, എൻ്റെ മോൾക്ക് ഒത്തിരി താങ്ക്സ് എന്ന്. ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്കല്ല, എൻ്റെ യേശുപ്പച്ചന് താങ്ക്സ് കൊടുക്കേ. യേശുപ്പച്ചനെ ചെയ്ത് അമ്മച്ചി ആരാന്ന് പോലും എനിക്കറിയത്തില്ല, അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടില്ല, അത് തന്നെയുമല്ല എനിക്കതിനുള്ള യാതൊന്നുമില്ല അമ്മച്ചി. എൻ്റെ ദൈവം വളരണം, ഞാൻ കുറയണം, എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യ ഭാരങ്ങൾ എന്തുണ്ടെങ്കിലും പറയുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, നീ അനുഗ്രഹിക്കണമേ. ഒരിക്കലും നാശമായി പോവാൻ നീ വിടല്ലപ്പാ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പാ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഒരിക്കലും നാശമായി പോവാൻ നീ വിടല്ലപ്പാ. പരാലിസിസ് രോഗത്താലെ കർത്താവെ, കാൻസർ രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, ഹാർട്ട് പേഷ്യൻ്റ് ആകി എത്രയോ ജനം ICUലും വെന്റിലേറ്ററിലും കഴിയുന്നപ്പാ, അവരെ ഇപ്പോൾ തന്നെ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ, പരിശുദ്ധാത്മനെ നീ തൊടണമേ, ഈ നിമിഷമേ തൊടണമേ. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായിരിക്കുന്ന യേശുവിന്റെ കരവിത നിങ്ങളുടെ മേലെ വരുന്നു, നിങ്ങളുടെ മേലെ വരുന്നു. കർത്താവെ, വയറ്റുവേദന
പുറത്ത് വേദന, കാലുവേദന, കൈവേദന, അപ്പ എന്തെല്ലാം വേദനകളാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, ഞങ്ങളുടെ നോവുകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ശാപങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചപ്പ, നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ, നീ സൗഖ്യം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കാകി സ്തോത്രപ്പ. യേശുവേ നിനക്ക് സ്തോത്ര, തതേ നിനക്ക് സ്തോത്രപ്പ. അപ്പ വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടത്തി കൊടുക്കണമേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. ക്രിസ്ത വിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ അപ്പാ, ഇടപെടണമേ അപ്പാ. അവർ സത്യദൈവത്തെ കാണുവാന്, ജീവിക്കുന്ന ദൈവത്തെ കാണുവാന്, സ്വർഗരാജ്യത്തിന് അംഗങ്ങളാക്കിയവരെ തീർക്കണമേ അപ്പാ. നിത്യ നരകത്തിലേക്ക് പോകുവാൻ വിടല്ലപ്പാ. ദൈവമേ നീ പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.